ക്രൈസ്തവ വിശ്വാസിയായ 13-കാരന് ഗ്രാമത്തിൽ മൃതസംസ്കാരം നിഷേധിച്ച് ഗ്രാമത്തിലെ ഹിന്ദുമത വിശ്വാസികൾ. ഒഡീഷയിലെ ഒരു ഗോത്രവർഗ ഗ്രാമത്തിലാണ് സംഭവം. വിശ്വാസത്തിന്റെ പേരിൽ ഒരു കുടുംബം നേരിടേണ്ടി വന്ന ഈ ദുരനുഭവം രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. മരണപ്പെട്ട ബാലന്റെ കുടുംബം കുറച്ചു നാളുകൾക്ക് മുൻപാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത്. എന്നാൽ ഗ്രാമത്തിലെ ഒരു വിഭാഗം ആളുകൾ ഇവരെ വിശ്വാസം ഉപേക്ഷിക്കാൻ നിരന്തരം നിർബന്ധിച്ചിരുന്നു. രോഗം മൂലമാണ് കുട്ടി മരിച്ചത്. കുട്ടി മരിച്ചപ്പോൾ ഗ്രാമത്തിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കണമെങ്കിൽ കുടുംബം ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കണമെന്നും തങ്ങളുടെ പരമ്പരാഗത ആചാരങ്ങൾ സ്വീകരിക്കണമെന്നും ഗ്രാമത്തലവനും മറ്റും കർശന നിലപാടെടുത്തു. എന്നാൽ ഗ്രാമവിശ്വാസികളുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങാൻ പിതാവും കുടുംബവും തയ്യാറായില്ല. മരണത്തിന് മുന്നിലും തന്റെ വിശ്വാസം തള്ളിക്കളയാൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു കുടുംബം. ഇതോടെ സ്വന്തം മകന്റെ മൃതദേഹം ഗ്രാമത്തിൽ സംസ്കരിക്കാൻ അവർക്ക് അനുവാദം ലഭിച്ചില്ല. ഒടുവിൽ കിലോമീറ്ററുകൾ ദൂരെ മാറിയുള്ള മറ്റൊരു സ്ഥലത്ത് പള്ളി അധികൃതരുടെ സഹായത്തോടെ സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ത്യയുടെ ഉൾനാടൻ മേഖലകളിൽ ഗോത്രവർഗ ക്രൈസ്തവർ നേരിടുന്ന സാമൂഹിക ബഹിഷ്കരണത്തിന്റെയും വിവേചനത്തിന്റെയും തുടർച്ചയാണ് ഈ സംഭവം. മതപരിവർത്തനം ആരോപിച്ച് പലയിടങ്ങളിലും വിശ്വാസികൾക്ക് കുടിവെള്ളം നിഷേധിക്കുകയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്.